വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. വീണ്ടും ഒരു ഷീൻ ഹോളോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധനം നേരത്തെ വന്നതാണ്, പക്ഷേ ഇന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ലിപ്പ് ലൈനേഴ്സാണ്. ഇത് ഞാൻ 12 എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ് ഷെയ്ഡ്സ്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സിൻ്റെ ഒക്കെ നല്ല രസമുണ്ട്. നല്ല ഷെയ്ഡ്സാണ്. 12 എണ്ണം ഉണ്ട്. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തതാണ്. ഇതേ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റിങ്ങുമാണ്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ ലിങ്കും ഇതുമെല്ലാം ഞാൻ വീഡിയോയുടെ കൂട്ടത്തിൽ ഇട്ടേക്കാം. ഇതാണ് അങ്ങനെ ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു. എനിക്ക് ഇച്ചിരി കോൾഡ് ഉണ്ട്, അതാണ് ഞാൻ വലിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐറ്റത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ഐറ്റം ഒരു ഇന്ത്യൻ ഒരു മാല പ്ലസ് കമ്മൽ സെറ്റാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ ഇത്രയും എന്താ പറയുക, ഇത്രയും ക്വാളിറ്റി പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സെറ്റ്. കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു മെറൂണിഷ് റെഡിഷ് ടിൻ്റാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഇതുണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹുക്കാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഇതിലിങ്ങനെ വെക്കാം. ലാസ്റ്റിൽ വെക്കുമ്പോൾ ഇത് ഈ ലെങ്ത്താണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ചോക്കർ ടൈപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ആക്കാവുന്നതാണ്. ഇതാണ് മാല. ഈ കമ്മലിൻ്റെ കാര്യം നോക്കാം. കമ്മൽ ഇത് ഇങ്ങനത്തേതാണ്. ബാക്കിൽ അതിനിങ്ങനെ കയറ്റാനുള്ള ഇതുമുണ്ട്. അറ്റത്ത് വൈറ്റ് പേൾസിൻ്റെ ഇതുമുണ്ട്. നല്ല സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓണം ഫംഗ്ഷനിലൊക്കെ സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായിരുന്നു സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഞാനിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ജിൻസെങ് ഗോൾഡ് ആൻറ്റി റിങ്കിൾ ലൈറ്റ് ലൈൻ എസൻസ് എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ബോട്ടിൽ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് ഏതെങ്കിലും ഒരു ടൈമിൽ, ഇപ്പോൾ മോർണിംഗിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ടൈം ഡേ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് മോർണിംഗ് ടൈമിലാണ്. മോർണിംഗിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യും. അങ്ങനത്തെ അതിൻ്റെ 2 എണ്ണം സെറ്റ് ഓഫ് 2 ആണ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഐറ്റം കഴിഞ്ഞു. ഇനി നാലാമത്തെ ഐറ്റം ഇത് കണ്ടോ. ഇതെന്തോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. ക്വിൽറ്റ് ഫിക്സേഴ്സ് എന്നാണ്. ക്വിൽറ്റ്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ അതിലോത്തോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് സൈസ് അല്ലെങ്കിൽ നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ അകത്തെ ആ ഫില്ലിങ് സാധനങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും പോയി കിടക്കും. ഷീറ്റ് ഒരു സ്ഥലത്തോട്ട് നിൽക്കും. അപ്പം അതിനെ ഫിക്സ് ചെയ്യുന്നതാണ്. നമുക്ക് കോർണേഴ്സിൽ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ഇതുണ്ടോ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു നീഡിൽ പോലത്തെ ഒരു സാധനവും ബാക്കിൽ. ഇതെങ്ങനെയാണ്? ഓക്കെ, മനസ്സിലായി. ഇവിടുത്തെ ഈ സാധനം പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഈ നെയിൽ പോലത്തെ സാധനം ഊരി വരികയായിരുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് ലോക്കായി. അപ്പോൾ ഞാൻ സേഫ്റ്റി പിന്നായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സേഫ്റ്റി പിൻ അത്ര സേഫ് അല്ല. കാരണം ചില സമയത്ത് നമ്മൾ പിടിക്കുമ്പോഴൊക്കെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ട് നമ്മളെ തന്നെ പോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് സേഫ്റ്റി ഇതുള്ളത് കാരണം കണ്ടോ, ഇങ്ങനെ ഒന്നും ആക്കിയാലൊന്നും വരത്തില്ല. ഇവിടുത്തെ അത് ഞെക്കിയെങ്കിൽ മാത്രമേ ഓക്കെ, ഞെക്കിയപ്പോഴത്തേക്ക് മാത്രമാണത് ഈ നീഡിൽ പുറത്തോട്ട് വന്നത്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കും. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, ഇനി എന്താ പ്രോഡക്റ്റാണ് ഉള്ളത്? ഇനിയുള്ളതും ഒരു മാല സെറ്റാണ്. മാലയും കമ്മലും കൂടെ ഉള്ള സെറ്റാണ്.
ഇതെനിക്ക് ഒത്തിരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു ഗോൾഡ് എൻ്റെ ഒരു മാലയുടെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ അത് വന്നതിൻ്റെ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? നമ്മുടെ റിയൽ ഗോൾഡിൻ്റെ ആ സ്റ്റൈലിലുള്ള മാല സെറ്റാണ്. ഇങ്ങനത്തെ കൊളുത്താണ് നമ്മൾ ശരിക്കുള്ള, ഇങ്ങനെ കയറ്റി ഇങ്ങനെ ലോക്ക് ചെയ്യത്തില്ലേ, അതുപോലത്തെ കൊളുത്താണ് ഇതിനുള്ളത്. നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും കല്ലുകളുണ്ട് കേട്ടോ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വൈറ്റായിട്ട് കാണുന്നതൊക്കെ കല്ലുകളാണ്, സ്റ്റോൺസാണ്. നമ്മുടെ ശരിക്കുമുള്ള ഒരു ഗോൾഡ് മാലയുടെ ഒരു ഇതാണ്. അതിൻ്റെ കമ്മൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ സ്റ്റൈലിലുള്ളതാണ്, സ്റ്റിഫായിട്ടുള്ളതാണ്. അതിലും കല്ലുകളും സ്റ്റോൺസൊക്കെ ഉണ്ട്. അങ്ങനത്തേതാണ് കല്ല്. ഞാൻ കമ്മൽ ചിലപ്പോൾ യൂസ് ചെയ്യത്തില്ല. കമ്മൽ ഞാൻ ജിമിക്ക് യൂസ് ചെയ്തിട്ട് മാല യൂസ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഷീനിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. വേറെ 2-3 സാധനങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു, പക്ഷേ അത് ഞങ്ങളുടെ ഡാൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫാബ്രിക്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പം ഈ മേടിച്ചതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എൻ്റെ ഹോള് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്കും പോയി നോക്കാവുന്നതാണ്. അപ്പം വീണ്ടും വേറൊരു ഹോളുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.